കോട്ടയത്തെ സൈബർ തട്ടിപ്പ് തടഞ്ഞ പോലീസ് വെർച്വൽ അറസ്റ്റ് എന്ന് വിശ്വസിപ്പിച്ച് ചങ്ങനാശ്ശേരിയിലെ ഡോക്ടറുടെ പക്കൽ നിന്നും 5 ലക്ഷം രൂപ തട്ടിയെടുത്തു. ബാങ്ക് വഴി ഡോക്ടർ നൽകിയ 5 ലക്ഷം രൂപയിൽ 4.3 അതായത് 4,30,000 രൂപ വീണ്ടെടുത്തു എന്ന സുഖകരമായ വാർത്ത വരുന്നുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും തത്സമയം ചേരും. ടോബി, നമ്മൾ എത്ര പറഞ്ഞാലും ആളുകൾ ഈ തട്ടിപ്പുകാരുടെ മുന്നിൽ ചെന്ന് തല കുനിഞ്ഞു കൊടുക്കുമല്ലേ, എന്താ പറയുക? ആ ഡോക്ടർക്ക് എന്താ പറ്റിയത്? ഗുഡ് മോർണിംഗ്, പറയും. ഗുഡ് മോർണിംഗ് എസ് കെ. തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഓൺലൈനിൽ, അതായത് വീഡിയോ കോളിൽ പോലീസ് വേഷം ധരിച്ചു വന്ന് വിർച്വൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പുകളുടെ കഥ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നമ്മളൊരു മാധ്യമം എന്ന നിലയിൽ നമ്മൾ നടത്തുന്നുണ്ട്, പോലീസ് നടത്തുന്നുണ്ട്. എന്നിട്ടും ഈ തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത എന്ന് പറയുന്നത്, ഇന്നലെ കോട്ടയം ചങ്ങനാശ്ശേരിയിൽ എടുത്തു പറയേണ്ടത് ഒരു ഡോക്ടറുടെ പക്കൽ നിന്നാണ്. അതായത് വിദ്യാഭ്യാസവും ഉയർന്ന ജീവിത നിലവാരവും ഒക്കെ പുലർത്തുന്ന വ്യക്തികളിൽ നിന്നാണ്, ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസപരമായി ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവരിൽ നിന്നാണ് ഈ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നതെന്നാണ്. ഈ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇന്നലെയാണ് വിർച്വൽ കോൾ വഴി ഒരു പോലീസ് ഒരു കേസുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ചില ക്രമക്കേടുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അറസ്റ്റിലാണെന്ന് പറഞ്ഞ് ചങ്ങനാശ്ശേരിയിൽ ഒരു ഡോക്ടറെ വീഡിയോ കോളിലൂടെ ഈ തട്ടിപ്പ് സംഘം ബന്ധപ്പെടുന്നത്. ഈ തട്ടിപ്പ് സംഘത്തെ ഭയന്ന്, അവരുടെ ഭീഷണിയെ ഭയന്ന് ഈ ഡോക്ടർ അടുത്തുള്ള ബാങ്കിൽ പോയി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും നോർത്ത് ഇന്ത്യയിലെ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പണം നൽകാൻ തയ്യാറാകുന്നു. 5 ലക്ഷം രൂപ ട്രാൻസാക്ഷൻ നടത്താൻ ചെല്ലുന്നു. അവിടെ ഉണ്ടായിരുന്ന ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് തോന്നിയ ഒരു സംശയമാണ് ഈ ഒരു തട്ടിപ്പ് സംഘത്തെ യഥാർത്ഥത്തിൽ കുടുക്കിയത്. പോലീസിൽ പരാതിപ്പെടാൻ ആദ്യം തന്നെ ഈ ഡോക്ടർ തയ്യാറായിരുന്നില്ല. ഈ ഡോക്ടറുടെ പരിഭ്രമവും അതുപോലെ തന്നെ ഈ നോർത്ത് ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസാക്ഷൻ നടത്തുന്നതും ശ്രദ്ധയിൽപ്പെട്ട ബാങ്ക് ഉദ്യോഗസ്ഥർ പോലീസിനെ വിവരം അറിയിക്കുന്നു. അങ്ങനെയാണ് ചങ്ങനാശ്ശേരി SHO വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കോട്ടയം SP-യുടെ നിർദ്ദേശപ്രകാരം ഈ ഡോക്ടറുടെ വീട്ടിലെത്തുന്നത്. ആ സമയവും പരാതി പറയാൻ ഇദ്ദേഹം തയ്യാറായില്ല. തുടർന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, അദ്ദേഹത്തോട് പരിഭ്രാന്തരാവേണ്ട, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പോലീസ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പരാതി ലഭിക്കുന്നതും. തുടർന്ന് വീണ്ടും വീഡിയോ കോളിൽ ഇവർ വിളിച്ചപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ SHO തന്നെ ആ വീഡിയോ കോളിൽ പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ട് ഭയന്ന തട്ടിപ്പ് സംഘം ഉടൻ തന്നെ കോൾ കട്ട് ചെയ്ത് പോവുകയായിരുന്നു. തുടർന്ന് ബാങ്കിലേക്ക് നിർദ്ദേശം കൊടുത്ത് ഉടൻ തന്നെ അവർ ഈ ഡോക്ടറുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. അങ്ങനെയാണ് ഈ 4,30,000 രൂപ സേവ് ചെയ്യാൻ സാധിച്ചത്. ഇതൊരു ആശ്വാസമാണെങ്കിൽ പോലും തട്ടിപ്പുകൾ തുടരുന്നു. 1930 എന്ന സൈബർ നമ്പറിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഡോക്ടർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൈബർ വിങ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസ് പറയുന്നത് ഇത്തരം തട്ടിപ്പുകൾ സൂക്ഷിക്കണമെന്ന് തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ 1930 എന്ന നമ്പറിലേക്ക് കൃത്യമായി വിവരം അറിയിച്ചാൽ നമുക്ക് ഈ തട്ടിപ്പിൽ നിന്നും രക്ഷ നേടാനാകും, പോലീസിൻ്റെ സഹായം ഉണ്ടാകും. അല്ലാതെ പരിഭ്രാന്തരായി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് നിന്നു കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് നമുക്കും പറയാനുള്ളത്. കേരള പോലീസും അത് തന്നെയാണ് പറയുന്നത്. SK. ഓക്കെ ടോബി ജോൺസൺ, താങ്ക് യു. തീർച്ചയായിട്ടും 1930 ടോബി പറഞ്ഞ നമ്പറിലെ 1930 1930 ഈ തട്ടിപ്പുകാരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സന്ദേശം വിളിക്കേണ്ടതോ നമ്പറാണ് 1930. പോലീസിൻ്റെ നമ്പറാണ്. പോലീസ് ഇടപെടലുണ്ടാകും. നമുക്ക് പരിചയമില്ലാത്ത ഒരു മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെലിഫോൺ നമ്പറോ വരികയാണെങ്കിൽ നിങ്ങളത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ഒരു കോടതിക്കും തൂക്കം വിധിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ള ഒരു മൊബൈൽ നമ്പറോ വന്നാൽ ഈ വ്യാജന്മാരുടെ തട്ടിപ്പുകൾ ഇത്രയും കൂടുന്ന സമയത്ത് നിങ്ങൾ എടുക്കേണ്ടതേ. ഇപ്പോൾ എടുത്തില്ല എന്ന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? നമ്മളിപ്പോൾ ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലത്ത് ജീവിച്ച എത്രയോ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് എടുക്കണ്ട, എടുത്ത് ചുമ്മാ പണം കളയണ്ട. ബാങ്കിലേക്കൊക്കെ തന്നെ ഈ ചേട്ടന്മാർ എല്ലാ വിദ്യകളും പഠിച്ച പോലീസിനേക്കാളും കരുത്തന്മാരാണ് ഇവർ. കാര്യം ഇവർ തല കുറച്ചുകൂടെ വൃത്തിയിട്ട മാർഗ്ഗത്തിൽ സഞ്ചരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാര്യം പോലീസ് നേർവഴിക്ക് പോകും, ഇവർ കുറുക്ക് വഴികളിലൂടെ പോകും. അപ്പോൾ ഇവർ നമ്മൾ ഈ നമ്പർ ഇപ്പോൾ സ്ക്രീനിലുണ്ട് 1930 ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ, ഈ വെർച്വൽ അറസ്റ്റ്, അതല്ലെങ്കിൽ നിങ്ങൾ തീവ്രവാദി സംഘത്തിൽപ്പെട്ട ആളാണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഹിന്ദിയിൽ ആയിരിക്കും മിക്കവാറും ഇത് പറയുക. ഉത്തരേന്ത്യയിൽ നിന്നാണ് ഈ തട്ടിപ്പ് സംഘം കൂടുതലും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഹിന്ദി നെയ് മാലു പറഞ്ഞുകൊണ്ടേയിരിക്കുക. പിന്നെ പറയാൻ പറ്റത്തില്ലല്ലോ അവർക്ക്.